വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു BMW ലോഗോ വരയ്ക്കാണ്. BMW വെച്ചാൽ ഒരു കാറിൻ്റെ കമ്പനിയാണ്, അത് നിങ്ങൾക്ക് അറിയാൻ പാടുണ്ടാവും. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുക്കുന്നത് ഒരു കോമ്പസ് കൊണ്ടാണ് വരയ്ക്കുന്നത്. സിമ്പിളായിട്ടാണ് വരയ്ക്കുന്നത്. ഇന്നത്തെ പോലെ നമ്മൾ എന്താ പ്രത്യേകം വെച്ചാൽ ഇന്നത്തെ പോലെ നമ്മൾ പെയിൻറ്റിങ് ബ്രഷോ അല്ലാണ്ട് വാട്ടറോ അല്ല, നമ്മൾ സ്കെച്ച് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഇത്ര സ്കെച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഒരു റൗണ്ട് വേണം കോമ്പസ് എത്തി ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ അത് നടുക്കുന്ന ഒരു 8 സെൻറ്റിമീറ്റർ റേഡിയസിൽ വരച്ചെടുക്കുക. ഞാൻ ഒന്ന് വരച്ചിട്ട് കാണിച്ചു നിങ്ങൾക്ക്. ഓക്കെ, സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് ഒരു 3 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ വയ്ക്കുക. 2 സെൻറ്റിമീറ്റർ കുറച്ചിട്ട് നമുക്കൊരു ലൈൻ വയ്ക്കണം. അപ്പോൾ ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, 2 റൗണ്ട് വരച്ചിട്ടുണ്ട്. ഇത് സിമ്പിളാണ് വരയ്ക്കുക. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു പ്ലസ് പോലെ വരയ്ക്കണം. ഞാനൊന്ന് ഊരിയെടുക്കട്ടെ. ഇവിടുന്ന് നേരെ ഈ വരുന്ന താഴേക്ക് ഒരു പ്ലസ് പോലെ വരയ്ക്കണം. അവിടെയാണ് നമുക്ക് BMW 2 കളർ വരുന്നത്. അപ്പോൾ ഇത് കിട്ടിയിട്ട് ഇവിടെ കിട്ടണമെങ്കിൽ അത്രയ്ക്ക് കൃത്യമായിട്ട് വരയ്ക്കുന്നതുകൊണ്ട് ഞാൻ പ്രൊട്രാക്ടർ എടുക്കട്ടെ. ഓക്കെ, പ്രൊട്രാക്ടർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് 90 ഡിഗ്രി അങ്ങോട്ടേക്ക് വെക്കണം. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി കറക്റ്റ് വെക്കുക. അങ്ങോട്ട് നേരെ ലൈൻ വരയ്ക്കുക. അതേപോലെ എവിടെയെങ്കിലും വെച്ചാൽ സിമ്പിളാണ്. ഇവിടേക്ക് ഒന്ന് വെക്കുക. ഇത് 90 ഡിഗ്രി ഇങ്ങോട്ട് വെക്കുക. ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഓക്കെ, സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെൻസിൽ കൊണ്ട് മെല്ലെ ഒരു ഇവിടെ BU, ഇവിടെ M, ഇവിടെ W, അങ്ങനെ 3 സൈഡായിട്ട് വരുന്നത്. ഫസ്റ്റ് BU വരയ്ക്കുക. പെൻസിൽ കൊണ്ട് മെല്ലെ വരച്ചിട്ട് നമുക്ക് പിന്നെ കട്ടിയാക്കിയാൽ മതി. ഇപ്പോൾ BU വരച്ചിട്ടുണ്ട്. M ഇങ്ങനെ വരയ്ക്കുക. നടുവിലേക്ക് കിട്ടണം. ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, BMW വരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കളർ എടുക്കാം. കളർ ഫസ്റ്റ് തന്നെ നമുക്ക് കളർ എടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നീലാണ് കിട്ടേണ്ടത്. അപ്പോൾ നീലെടുക്കുക. ഓക്കെ, നീല സ്കെച്ച് എടുക്കുക. ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് അങ്ങ് അടിച്ചെടുക്കുക. കറുപ്പ് ഔട്ട്ലൈൻ വരുമ്പോൾ പിന്നെ കുഴപ്പമില്ല. ഞാൻ അടിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഒരു സൈഡ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സൈഡ് നോക്കാം. ഇവിടെ എങ്ങനെ വെക്കുക. ഫസ്റ്റ് തന്നെ ഔട്ട്ലൈൻ വരച്ചെടുക്കുക. അത് നമുക്ക് ചെയ്യേണ്ടത് റൗണ്ടാണ്. നമുക്ക് പേടി റൗണ്ട് എങ്ങനെ പോയി കാര്യമോ. നമ്മൾ സ്കെച്ചോടെ വരയ്ക്കുന്നത് സ്കെച്ച് കോമ്പസ് പിടിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും വരച്ചെടുക്കുക. സ്കെച്ചിൻ്റെ ഇങ്ങനെ നമുക്ക് ഓരോ ലൈനായിട്ട് വരയ്ക്കണം. ഒന്നിൻ്റെ മേലെ ഒന്നായിപ്പോയാൽ അവിടെ ഡാർക്ക് കൂടിപ്പോവും. സ്കെച്ചിന് വരയ്പ്പോൾ ഇപ്പോൾ സ്കെച്ചോണ്ട് വരയ്ക്കുമ്പോൾ സൂക്ഷിച്ച് വരയ്ക്കണം. നമ്മൾ വരച്ചതിൻ്റെ മുകളിൽ തന്നെ വരയ്ക്കരുത്. ഇത് കണ്ടോ, നമുക്ക് ഫുള്ള് ഡാർക്കായി പോയി വരച്ചതിൻ്റെ മുകളിൽ വരച്ചുകൊണ്ട്. ബാക്കിൽ പിടിക്കാൻ നോക്കണം. അല്ലെങ്കിൽ ബാക്കിൽ നമുക്കൊരു ചിത്രം വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടിച്ചെടുക്കാം. അടിച്ച് മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 ഭാഗം അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിനിയിപ്പോൾ ഔട്ട്ലൈൻ കൊടുക്കാൻ പോവാണ്. ഇതേ ഉള്ളൂ ഇതിന് പ്രത്യേകിച്ച് കളർ വരുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഫസ്റ്റ് നമുക്ക് BMW B വരച്ചെടുക്കുക. അത്ര പണിയൊന്നുമില്ല. നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ച കാരണം അതിൻ്റെ മേലെ കൂടെ വരച്ചാൽ മതി. അതിൻ്റെ മുമ്പേ പെൻസിൽ കൊണ്ട് വരച്ചില്ലെങ്കിൽ പണി പാടുന്നു. നമ്മൾ വരച്ചെടുക്കുക. ഓക്കെ, സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ നടുക്കുള്ള ലൈന് സ്കെയിൽ വെച്ച് വരയ്ക്കണം. സ്കെയിൽ വെച്ച് സൂക്ഷിച്ച് വരയ്ക്കണം. സൂക്ഷിച്ചൊന്നും വരയ്ക്കണ്ട, സ്കെയിൽ വെച്ചാൽ പിന്നെ സൂക്ഷിക്കണമല്ലോ. അപ്പോൾ നമുക്ക് നടുക്കുള്ള ലൈൻ വരച്ചെടുക്കാം. ഓക്കെ, സെറ്റ്. കുറച്ച് കഴിഞ്ഞ് കുഴപ്പമില്ല, നിൽക്കട്ടെ. നമുക്ക് ഈ വട്ടം വരയ്ക്കണം. അപ്പോൾ വട്ടം വരയ്ക്കാൻ ഞാനൊരു മെത്തേഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ പ്രൊട്രാക്ടർ എടുക്കുക. ഇതിങ്ങനെ വെച്ചെടുക്കുക. സൂക്ഷിച്ച് അങ്ങോട്ട് വരയ്ക്കുക. അതുള്ളൂ പണി. ഇങ്ങനെ അങ്ങോട്ട് വരച്ചെടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് വരച്ചെടുക്കുക. ഇതൊന്ന് വരച്ച് കാണിച്ചു തരാം. കുറച്ച് പണിയുണ്ട്. ഇപ്പോൾ പിടി കിട്ടി. ഇങ്ങനെ ചെറിയ തെറ്റ് പറ്റിപ്പോയി. ഈ BMW കയറ്റി ഇവിടെ ഇങ്ങനെ ഒരു സാധനം വേണം ബീൻ്റെ അടുത്ത്. ഞാനൊന്ന് വരച്ചെടുക്കട്ടെ. എന്താ വെച്ചാൽ BMW കയറ്റി പോയി. ഇവിടെ മൊത്തം ഇനി കറുപ്പടിച്ച് ഇതാക്കണം. അപ്പം അതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വരച്ചെടുക്കണം. വരച്ചെടുക്കണം.
ഞാൻ പിന്നെ നോക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ മൊത്തം കൊണ്ട് കറുപ്പ് അടിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചെടുക്കുക, ഫുള്ള് അടിക്കണം. അപ്പോൾ നമുക്ക് എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ ഒന്ന്. ഞാൻ അടിച്ചിട്ട് കാണിച്ചുതരാം ഗൈസ്. ഇതിനെക്കൊണ്ട് കൂട്ടുന്ന പണിയല്ല ഇത്. നമുക്ക് സ്കെച്ചിന് മഷി തീർന്നു പോയി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റൂ. എന്ന് ഉപയോഗിക്കുന്ന നമ്മുടെ വാട്ടർ കളർ എടുക്കുക, അങ്ങോട്ട് അടിക്കുക, അതേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് വാട്ടർ കളർ എടുക്കട്ടെ എന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആദ്യം ഉപയോഗിച്ച കളർ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സീനറി വരയ്ക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോ നോക്കിയാൽ മതി. ഇതിൻ്റെ മുമ്പായിട്ട് വീഡിയോ നോക്കിയാൽ മതി. അതിൻ്റെ ഷാഡോ സീനറി ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന പോലെ ഇതങ്ങ് അടിച്ചെടുക്കുക. സ്കെച്ചിന് മഷി തീരുക, അതാ ഇവിടെ ഇങ്ങനെ ഐസിലാണ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് മറ്റേ ഇത്തിരി വലുതെടുക്കുക, ഇതെടുക്കുക, ഒന്ന് തട്ടുക, ഒന്ന് ഇങ്ങോട്ടും അടിച്ചു കൊടുക്കുക. അടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട് നമ്മളെ BMW ലോഗോ. അപ്പോൾ ലാസ്റ്റൊക്കെ ഒരു പണികളുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഇതാണ് എൻ്റെ പേര്. ഇതിൽ നിന്ന് ഞാൻ SK ടെക് എന്നാണ് ആക്കിയത്. അപ്പോൾ അതെല്ലാവരും ഓർത്ത് വെക്കുക. പറഞ്ഞതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ അത്രയൊക്കെ ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീണ്ടും ഒരു വീഡിയോ കാണാം. ചിലപ്പോൾ അടുത്ത ബെൻസിനായിരിക്കും, അല്ലെങ്കിൽ വേറെ കാർ കമ്പനീൻ്റെ ആയിരിക്കും. അപ്പോൾ ഞാൻ നോക്കട്ടെ ഇതൊക്കെ ഇടാം. അപ്പോൾ എൻ്റെ ഫുൾ നെയിം ഇതാണ്, ഷാരൂഖ് കൃഷ്ണ എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ SK ടെക് എടുത്താണ്. ഒന്നുമില്ല, പറയാമെന്ന് തോന്നി. പിന്നെ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീണ്ടും ഒരു വീഡിയോ കാണാം.